ചേട്ടൻ എന്തോ ഈ പറയുന്നത്? ആരെയും മനഃപൂർവ്വം അവഹേളിക്കാനാണ് ഈ പറയുന്നത്. ഞങ്ങളുടെ മണ്ഡലത്തിലുള്ള ആരോഗ്യമന്ത്രിയുടെ നാട്ടില് ഞങ്ങളുടെ ആരോഗ്യം പോകുന്ന അവസ്ഥ. രാവിലെ ഞങ്ങൾ കല്ലുമായാണ് വരുന്നത്. ഇത് കണ്ടില്ലേ നാട്ടില്? അതുപോലെ ഞങ്ങൾ ആശുപത്രിയിലെ ഓർത്തോ ഡോക്ടർ പറഞ്ഞിട്ട് നടുവിന്റെ ഡിസ്ക് പോയതിന് ബെൽറ്റ് ഇട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ കല്ലുമായി വന്ന് ഈ അഗാധമായ കുഴിയിൽ ഈ കല്ല് വെക്കും. ഞങ്ങൾ അതിൽ കയറി ചവിട്ടി അടുത്ത വലിയ അഗാധമായ കുഴി ഉണ്ടെങ്കിൽ ഈ ടയർ പിടിച്ച് രക്ഷപ്പെടുന്നത്. ഞങ്ങൾ ആരോഗ്യം പോകുന്ന അവസ്ഥയാണ്. വേറെ നിവൃത്തിയില്ല. പത്തനംതിട്ടക്കാരായ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. ഈ പൊതുമരാമത്ത് വകുപ്പോ ഏത് വകുപ്പോ ആയിക്കോട്ടെ, പക്ഷേ ഈ നാട്ടിലെ MLA ഉണ്ടല്ലോ, ഈ ലോകത്തെ കൂടുതൽ സുന്ദരമാക്കുവാൻ, ഈ സമൂഹത്തെ കൂടുതൽ സുന്ദരമാക്കുവാൻ, ലോകത്തെ ഈ സമൂഹത്തെയും സുന്ദരമാക്കാൻ വേണ്ടി സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി ചിലവഴിക്കുന്ന ഇത്തിരി നേരം മന്ത്രിപ്പണി ചെയ്തിരുന്നെങ്കിൽ ഈ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾ റോഡിൽ കിടന്ന് നീന്തി തുടിക്കില്ലായിരുന്നു. ആശുപത്രികൾ ഇടിഞ്ഞു വീണ് പാവപ്പെട്ട രോഗികൾ മരിക്കില്ലായിരുന്നു. മെഡിക്കൽ കോളേജിൽ തീപിടുത്തമുണ്ടായി രോഗികൾ വെന്ത് മരിക്കില്ലായിരുന്നു. അതുപോലെ തന്നെ പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് വാങ്ങിയവർക്ക് പണം കൊടുക്കാൻ ചോദിച്ചു വരുന്ന കമ്പനികളുടെ മുന്നിൽ സൗന്ദര്യവൽക്കരണം നടത്താതെ അവർക്ക് പണം കൊടുക്കാമായിരുന്നു. അതുകൊണ്ട് എനിക്ക് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോട് പറയാനുള്ളത്, ഒന്നുകിൽ നിങ്ങൾ സൗന്ദര്യവൽക്കരണം നടത്തുക, അതല്ലെങ്കിൽ മന്ത്രിപ്പണി ചെയ്യുക.